ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഡെയിലി വ്ളോഗ്. നമ്മളത് രാവിലെ എഴുന്നേറ്റിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കിടന്നുറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ സമയം തെറ്റാതെ വളരെ കൃത്യമായി അടിക്കുന്ന അലാറമാണ് എൻ്റെ ഒക്കത്തിരിക്കുന്നത്. ആ അലാറം കൃത്യസമയത്ത് അടിക്കും. അപ്പോൾ നമ്മൾ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് കാണിച്ചു തരാം. സൺഡേ ആയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ബൈ ബൈ ബൈ. എപ്പോൾ വരും? 12 മണി. അച്ഛ 12 മണിയാകുമ്പോൾ വരും. 12 മണിക്ക് വന്നില്ലെങ്കിൽ 12 മണിക്ക് പണിഷ്മെന്റ് ഉണ്ട്. 12 മണിക്ക് വന്നില്ലെങ്കിൽ വന്നാൽ പണിഷ്മെന്റ് ഇല്ല. പണിഷ്മെന്റ് ആലോചിക്കട്ടെ, പെട്ടെന്നൊന്നും വരുന്നില്ല. കുറച്ച് കഠിനമായ പണിഷ്മെന്റ് എനിക്ക് കൊടുക്കണം, തരണം. ഹായ് പറഞ്ഞു. സേ ഹായ്. ഹായ്, ഹലോ, ഹായ് പറ. ഹായ് പറയടാ. ചേച്ച പോണു. അരി മേടിക്കാൻ മറക്കല്ലേ. പംകിനും മേടിക്കണം, പുതിനയിലയും മേടിക്കണം. അച്ഛ പോയി. അച്ഛ പോയി. ടാറ്റി പറ. ടാറ്റാ. അങ്ങനെ അച്ഛ പോയി. നമ്മൾ രാവിലെ പോയിട്ട് എന്താ അങ്ങനെ അച്ഛ പോയി. നമ്മളിനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിന് പിന്നെ നമ്മുടെ കുട്ടി മാഡത്തിന് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണം. അത് കഴിഞ്ഞിട്ട് കാണാം. അവളെ ഞാൻ അവിടെ ഇരുത്തി. എനിക്കിനി ഞാനൊരു ഓംലെറ്റും ഒരു ബ്ലാക്ക് കോഫിയും കുടിക്കാനുള്ള പരിപാടിയാണ്. അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയായിരിക്കും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ മുട്ടയാണ് പ്രിഫർ ചെയ്യുക. അതായിരിക്കും ഉണ്ടാക്കാൻ എളുപ്പം കേട്ടോ, രാവിലെ എഴുന്നേറ്റിട്ട്. ഇന്ന് ഞാൻ ചീസ് ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോണേ. ചട്ടി ചൂടായില്ല ഗൈസ്. സാരില്ല, ഞാൻ എന്തായാലും ഒഴിച്ചു. ബ്ലെസ് യു. ചട്ടി ചൂടാവാണ്ട് ഒഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കിതിനകത്തേക്ക് എന്തെങ്കിലും മിക്സ്ഡ് ഹെർബ്സ് എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. ചീസ് ഞാൻ ഇതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്നിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടാണ് ഇതിനെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തത്. ഇനി ഞാൻ കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഒരുപാട് ഇടരുത്. ഒരുപാട് ഇടുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് ഇടാം. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഇതാണ് നമ്മുടെ ഓംലെറ്റ്. ഇനി നമുക്കിതിനെ ഫ്ലിപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിങ്ങനെ റോൾ ചെയ്ത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഞാനിതിനെ മറിച്ചിടും. കുട്ടിമ്മ ഹലോ 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 ഹലോ. അവളെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുത്തി. അവൾക്ക് ഇഷ്ടമായി ഇതിലിരിക്കാൻ. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരുത്തി. ഇതായി. നമുക്കിനി ഇത് മെല്ലെ തിരിച്ചിടാം. പൊട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പൊട്ടിയ വിധിയാണെന്ന് വിചാരിക്കാം. പൊട്ടി, അപ്പോൾ വിധിയാണത്. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. കണ്ടോ, എനിക്ക് ചീസ് ഇങ്ങനെ നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് മുരിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ 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 പൊട്ടരുത് അമ്മേ. സെറ്റ് സെറ്റ് സെറ്റ്. സന്തോഷമായി എനിക്ക്. നല്ല ചീസിൻ്റെ മണം വരുന്നു. കണ്ടോ കണ്ടോ, ഇങ്ങനെ മുരിഞ്ഞ് വരും. കുറച്ച് നേരം കൂടെ അങ്ങനെ നടക്കട്ടെ. എന്നും കൂടി ഒന്ന് മുരിയും. നമുക്ക് അപ്പോഴത്തേക്കും കോഫി എടുക്കാം. ഇത്തവണ ഞങ്ങളൊരു പുതിയൊരു
പുതിയൊരു കോഫി കേട്ടോ ഇത്. ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്, പക്ഷേ എനിക്കിഷ്ടമായില്ല. ഇതിന് മുന്നേ വാങ്ങിയ കോഫി നല്ലതായിരുന്നു. ഇത് ടെസ്കോൻ്റെ ബ്രാൻഡാണെന്ന് തോന്നുന്നുണ്ട്. ഇതെനിക്കിഷ്ടമായില്ല. പിന്നെ വേറെ വഴിയില്ല, വേറെ കോഫി ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ കുടിക്കാം. ഞാൻ കോഫിയിൽ പഞ്ചസാര ഇടാറില്ല കേട്ടോ. ബ്ലാക്ക് കോഫി ആണെങ്കിൽ നമ്മുടെ ഓംലെറ്റ് കരിഞ്ഞാന്ന് തോന്നും. ഓക്കെ, കരിഞ്ഞ് നമുക്കിത് നമുക്ക് കഴിക്കാം. ഇത് കാണാൻ പറ്റുമോ? ഇതായിരിക്കണം. ഞാനിനി ഇതിനകത്തൊന്ന് കുറച്ചൊക്കെ അവൾക്ക് കൊടുക്കും. പക്ഷെ ചീസ് ഇല്ലാത്ത ഭാഗമാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. ചീസ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ. അങ്ങനെ കൊടുത്തു നോക്കാമേ. ഞം 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 ഞം. എക്സ്പ്രഷൻ നോക്ക്. ഇഷ്ടപ്പെട്ടു? ഇഷ്ടായോ? ഞം 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 ഞം. ഇഷ്ടായോ? ഇഷ്ടായോ കുട്ടിക്ക്? പനമ്മ എടാ ഇഷ്ടായോടാ? വേണ്ടേ? വേണ്ടേ? അത് വേണോ? എന്താണ്? ഓക്കെ. എനിക്കൊരു വികാരമില്ലാത്ത പോലെ ഫീൽ ചെയ്യും ആ കോഫി കുടിക്കുമ്പോൾ. തരാൻ പറയുന്നുണ്ട്, കൊടുക്കാം. താഴെ പോണതേ, താഴെ പോണം. ഓംലെറ്റ് ടേസ്റ്റാ. എൻ്റെ ബ്രെഡൊന്നും കഴിക്കില്ല കേട്ടോ. മൂടുണ്ടെങ്കിൽ ഒരു സാൻഡ്വിച്ച് പോലൊക്കെ ആക്കി കഴിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ മുട്ട മാത്രമാണ് കഴിക്കാറ്. ശരി, കഴിച്ചിട്ട് വേണം. ഒളിച്ചേ ഒളിച്ചേ കണ്ണേ, ഒളിച്ചേ കണ്ണേ, ഒളിച്ചേ കണ്ണേ. എവിടെ ഒരു തുണി വെക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു തുണി കണ്ടാൽ അപ്പം അത് വേണം. ഈ സാധനം വലിച്ചിട്ടതേ ഉള്ളൂ. ഇപ്പോൾ ഡയപ്പറൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടാം. എന്നിട്ട് അടുക്കളയെ കുറച്ച് പണിയുണ്ട്. ലഞ്ച് ഉണ്ടാക്കണ്ടേ? കള്ള കരച്ചിലാണേ. പൂച്ചക്കുട്ടി വന്നു. ശരി, ബാ. മുടിച്ചീകി കെട്ടണ്ടേ? താങ്കളുടെ കാർക്കൂന്തൽ കെട്ടണ്ടേ? ഒന്ന് നിന്ന് താടാ, അമ്മ ഇതൊന്ന് കെട്ടിക്കോട്ടെ. കണ്ണിലൊന്നും വെച്ച് കുത്തരുത് കേട്ടോ. അത് വെച്ച് കേട്ടോ, കേട്ടോടി കുട്ടിമണി. ശരി, ഇങ്ങനെ കമിഴ്ന്ന് കിടന്നോ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എടാ കാക്കേ കാക്കേ പാടടാ, വൈബാക്ക്. രാവിലെ വൈബ് വരട്ടെ. ഏയ് ഓയ്, നമ്മുടെ കാക്കേ കാക്കേ പാടിയാലോ? വേണ്ടേ? എന്താ ഒന്നും മിണ്ടാത്ത്?
കാക്കേ കാക്കേ പാടിയാലോ? താല്പര്യമില്ല? കുട്ടിക്ക് താല്പര്യമില്ല? എടാ ഓടല്ലേടാ. അയ്യോ 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 തിരിഞ്ഞു താഴാ വന്ന്. കാക്കേ കാക്കേ അടിക്കേ. ആയി ശരി, കൊച്ചിനത് കിട്ടിയോ? ഇപ്പൊ തരാം 1 മിനിറ്റ്. എന്നാ പൊന്നോ അമ്മ ഒന്നത് കെട്ടിക്കോട്ടടാ. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇവളുടെ മുടി ഞാൻ എങ്ങനെയാണ് കെട്ടുന്നതെന്ന്. ഇപ്പൊ കണ്ടല്ലോ, ഇങ്ങനെ വളരെ സാഹസികമായിക്കാണ് ഞാൻ ഇവളുടെ മുടി കെട്ടണത്. മുടി കെട്ടുന്നത്. ഇരുന്ന് തരാൻ ഇപ്പൊ ഇച്ചിരി പടിയാണ്. കുറച്ചും കൂടി ചെറുതായിരുന്നപ്പം കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇപ്പൊ അവളിങ്ങനെ തിരിയുന്നു മറിയുന്നു, തിരിയുന്നു മറിയുന്നു. ഞാൻ അതുപോലെ തിരിയുന്നു മറിയുന്നു, തിരിയുന്നു മറിയുന്നു. എന്റെ 100 കാലറി ഇവിടെ ബേൺ ആയിക്കണം. ഇങ്ങോട്ട് വാ. നിന്നും വെണ്ടാരം. ഹായ്, സൂപ്പർ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് നമ്മള്? പാല് കുടിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പാടില്ല. ഞാൻ വേറെ ആരും സംസാരിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇരുന്ന് സംസാരിക്കരുത്. കണ്ടവനെ നോക്കുന്നുണ്ടോ? പാല് കുടിക്കട്ടെ. നോക്ക്, ഐസായി. കണ്ടോ? കണ്ടു. ഇത് അരിഞ്ഞ് എന്നിട്ട് പോയിട്ട് ഫ്രഷ് ആക്കുക. ഓക്കെ. അതെ, വീണ്ടും കൊണ്ട് ഞാൻ അവിടെ ഇരുത്തി. എന്താ കുട്ടിമണി അമ്മ കുട്ടിമണി തരോ? എന്തോ കടയിൽ കയറിയപ്പോഴേ ഒരു പാകിസ്ഥാനിന്റെ കടയില്ലേ ഇവിടുത്തെ, കയറിയപ്പം അയാൾ എന്നോട് ചോദിച്ചു നീ ക്രിക്കറ്റ് കളിക്കാൻ പോയതാണോ? ഞാൻ പറഞ്ഞേ. അപ്പൊ എന്നോട് ചോദിക്കണേ എന്റെ ടീമിൽ കളിക്കാൻ വരുമെന്ന്. അവർക്ക് ടീമുണ്ടെന്ന്, ചൊവ്വാഴ്ച മാത്രം കളിക്കുമെന്ന്. ചൊവ്വാഴ്ച പണിയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ഫ്രീ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് ടീം ഇതല്ലാണ്ട് ഓക്കെ ആണെങ്കിൽ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യണോ? രജിസ്ട്രേഷനോ? ഞാൻ പറഞ്ഞ അത് ഞാൻ പിന്നെ സംസാരിക്കാം. ഞാൻ ഇപ്പം കളിക്കാൻ പോയിട്ട് വന്നതാ. ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്നവരെല്ലാരും കൂടി ഒരുമിച്ച് ഫ്രണ്ട്ലി ഇങ്ങനെ കളിക്കാൻ പോയതാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഓക്കെ പിന്നെ സമയം കിട്ടുമ്പോ വന്നാൽ മതി എന്ന് പറഞ്ഞു. ആൾക്ക് ആള് വേണമെന്ന്. ഓ ഏണ്ടാ അത് പിന്നീട് വീണ്ടും ഒരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. ഇത് വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്. ബ്രെഡ് ഇടാത്തതല്ലേ? ബ്രെഡ് വേണം. ഇങ്ങനെ മടക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഉറുമ്പ് പോന്ന് നോക്കുന്നു. ഭയങ്കര ചൂടെടുക്കുന്നില്ല നമ്മൾ. അതുണ്ട്. ആ വിൻഡോ ഒന്ന് തുറന്നേ. ആ വിൻഡോ തുറക്ക്. ഇപ്പൊ തരും. നോക്കിയാണോ?
അത് ഇഷ്ടപ്പെട്ടു ചെറി, ഇഷ്ടപ്പെട്ടു. ചെറിയ കൊഴുപ്പുണ്ട്, മധുരമുണ്ട്. ചെറിയ വന്ന് സ്ട്രോബെറി എടുത്തിട്ട് പക്ഷെ കഴിച്ചില്ല. അവന് ഒന്നുകൂടെ കൊടുത്തു നോക്കണം. എന്തോ തിന്നുന്നേ? പൊന്നമണി, പൊന്നമണി. പച്ച ഷർട്ടൊക്കെ ഇപ്പൊ ചുമന്ന ഷർട്ടായി കാണും. ആ ടീഷർട്ടിന്റെ കളർ ഫുള്ള് ഇപ്പൊ മാറും അല്ലേ? കൺമണി കുഞ്ഞിന് പട്ടുകുത്താൻ തിങ്കൾ പൂക്കും ചിരിയവൻ. ഇപ്പഴാ കംഫർട്ട് ആയിട്ടിരിക്കുന്നത്. അതെടുത്ത് മാറ്റിയപ്പോ ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി പോവാം ഗൈസ്. ഇന്നിവിടെ സൺഡേ ആയതുകൊണ്ട് 4 മണിക്ക് ഷോപ്പ് അടയ്ക്കും. ഷടപ്പടയെന്ന് പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ലേറ്റ് ആയിപ്പോയി. ഇപ്പൊ തന്നെ 3:45 കയറാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. ഹറിബറി ആയിപ്പോയി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അതിന് അത്ര സാധനം എന്തിനാ? അത് ഓഫറില്ല, 12.99. എനിക്ക് അതുകൊണ്ടാണ് എന്റെ അടുത്ത് നീ എടുത്തെടുത്ത് പറഞ്ഞത്. ഞാൻ ഓഫർ നോക്കാൻ പോയില്ല. ഞാൻ ഓഫർ നോക്കാൻ പോയിട്ട് അവിടെ ഓഫർ ഉണ്ട്. അപ്പൊ ഞാൻ മേടിച്ചിട്ട് തിരിച്ചു വന്നു. സംഭവം എനിക്ക് കവർ ഇട്ടിട്ട് കവർ കയറുന്നില്ല. ഞാൻ അതിൽ കൊച്ചിനെ എടുക്കുന്ന അതിനെയും കൊണ്ട് ഇതും തള്ളിക്കൊണ്ട് വന്നപ്പോ കൗണ്ടറിലായാലില്ലേ എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാനിത് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു. ഹെൽപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ഒരു മിഡിൽ ക്ലാസ് കാർഡ് ഉണ്ട്. കാരണം ഒറിജിനൽ റേറ്റ് ഇതിന്റെ 17.99 17.99 ഒറിജിനൽ റേറ്റ്. അപ്പം 12.99 ഇത്. അങ്ങനെ ഞാൻ പറഞ്ഞ മിഡിൽ ക്ലാസ് കാർഡുണ്ട്, അതുപോലത്തെ ഞാൻ ലിഡിൻ്റെ എംപ്ലോയി ആണെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറയാണ് ഇന്ന് 2 കൂടെ അടിക്കാൻ. 2 കൂടെ അടിച്ചപ്പോഴത്തേക്ക് 1 രൂപ പിന്നെയും പറഞ്ഞു. അതാ ഞാൻ ഇപ്പൊ ഈ കൊച്ചിനും കൊണ്ട് വന്നപ്പോഴത്തേക്ക് അയാൾ പിന്നെ ഇവനില്ല ഇപ്പൊ പേടിച്ചിട്ട് പോയി. ഒന്നു കൊളീഗ് ഡിസ്കൗണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനെ കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്? എന്റെ ബിയർ വാങ്ങി അതിന്റെ സ്റ്റോറിയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അയാൾ എന്നെ കണ്ടിട്ടിങ്ങനെ ഇപ്പൊ പോയല്ലേ ഉള്ളു. എന്നോട് പറഞ്ഞു നീ പെട്ടെന്ന് സാധനങ്ങൾ എടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പം അടയ്ക്കുന്ന സമയമാണല്ലോ, അപ്പൊ അതിന്റെ ഇതില് ഞാൻ എന്തിനാന്ന് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞേ. നീ പോയി നോക്കിട്ട് ആ സൈഡിൽ പോയി ഓഫർ ഇല്ലെങ്കിൽ 4 മണിക്ക് അടയ്ക്കും. ഇതിന് മുമ്പ് അവിടെ പോകാൻ വേണ്ടിയാണ് പറഞ്ഞത്. സൂപ്പർ കോമഡി. എനിക്ക് അവിടെ ഇനി എവിടെ പോവാലല്ലോ, എങ്ങും പോണ്ട. എനിക്ക് വയ്യ. ആമ്പു ഇവിടെ നോക്കിയപ്പോ എന്നെ പോലെ ഉണ്ട്. കുഞ്ഞിമണിയേ അമ്മയുടെ കുഞ്ഞിമണിയേ. ഇലയൊക്കെ അനങ്ങുന്നുണ്ട പിന്നെ നമ്മളൊന്നും മൈൻഡില്ല. സാച്ചു പറയുന്നതാണ് കാരണം നമ്മളിപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നത്. കൊക്കോ തൊട്ട തത്തക്കാളി. കൊക്കോ തത്തക്കാളി.
ഞാനിവിടെ കുറച്ച് നേരം വന്ന് കിടന്നതേ. എൻ്റെ പൊന്നെ, ഇവിടെ നിന്ന് എഴുന്നേക്കാൻ തോന്നുന്നില്ല. ഇനി ഡിന്നർ ഉണ്ടാക്കണം. ആമ്പൂന് ഓഫുള്ള ദിവസമാണ് ഇവിടെ ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ ഇങ്ങനെ കുറേ മീൽ പ്രപ്പൊക്കെ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും സാധാരണ ഫുഡ് ഉണ്ടാക്കുക. രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ കുക്കിങ്, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഓഫായത് കാരണം ഉച്ചയ്ക്കും ഉണ്ടാക്കി. ഇനിയിപ്പോൾ രാത്രിയിലത്തേക്കും എന്തെങ്കിലും ആക്കണം. അപ്പോൾ ഇന്ന് ഞാൻ സ്പാഗറ്റി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സമാധാനം തരത്തില്ലല്ലേ, കുറച്ച് നേരം കാണാതിരുന്നപ്പോൾ ദേ കൊച്ചിനെ കൊണ്ട് തിരക്കി വന്നേക്കുവാ. ആ പിന്നല്ലാണ്ട് എത്ര 1.5 മണിക്കൂറൊന്നും ആയില്ല. ഹലോ, എക്സ്ക്യൂസ് മീ കുട്ടിപ്പെണ്ണേ, എടി നിനക്ക് താഴെ കിടന്ന് കളിച്ചാലെന്താടി കളി? നിനക്ക് താഴെ കിടന്ന് കളിച്ചാലെന്താ? നീ എന്തിനാ എന്നെ തിരക്കി വരുന്നത്? കപ്പടക്കേറി പോണ്. ഇങ്ങോട്ട് നോക്ക്. ഓയ് ഓയ് ഓയ്. വാട്ട് ചിരിച്ചേ, പല്ലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. കൊച്ചിൻ്റെ പല്ലെവിടെ? നോക്കടാ പൊന്നാ. എടാ പല്ല് കാണിച്ചേ നിന്റെ, നോക്കട്ടെ. പൊന്നപ്പൻ. കണ്ട, അവളുടെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കിലുങ്ങുന്ന സാധനം കണ്ട അപ്പം അവൾക്ക് വേണം. കുഞ്ഞപ്പൻ ഓയ്, ഇങ്ങോട്ട് നോക്ക്. ഇനി കുറേ നേരം അത് വെച്ച് കളിക്കും. അതും വെച്ചിട്ട്. കള്ളിപ്പെണ്ണാണോ? ടാറ്റ പോവാ. ഇങ്ങനെയൊക്കെ ചിരിക്കും. നോ, അവിടെ പിമ്പിളുണ്ട് കണ്ടോ? അവിടെ ഒരു കുരുണ്ട്. അവിടെ പിടിക്കല്ലേ. ഫേക്കാണ് ഇവൾ. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള ചുമകളൊക്കെ ചുമയ്ക്കും. അവിടെ സംഭവം അവളുടെ ഒരു ഫേവറേറ്റ് ആളിരിപ്പുണ്ട്. കാണിച്ചട്ടെ, അമ്മ കാണിച്ചു കൊടുക്കട്ടെ. കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ആ ചുമ. ഇനി ഇതിനെ കളിപ്പിച്ച് ഇവിടെ കുറച്ചു നേരം കിടക്കാല്ലേ? വേണ്ട, കിടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യത്തിൽ തീരുമാനം. മടിയാ ഇപ്പൊ ഭയങ്കര, ബേസിക്കലി ഭയങ്കര മടിയാ അല്ലേടാ? അല്ലേ? എത്ര പെട്ടെന്ന് സമയം പോയെന്നറിയോ? ഇപ്പം ഇവിടെ 7 മണിയായി. രാവിലെ 7 മണിക്കാണ് കൊണ്ട് എഴുന്നേറ്റത്. അങ്ങനെ ഇന്നത്തെ ദിവസവും തീർന്നു. അമ്മേ കണ്ട, ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് മറിയും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ പിടിച്ചോണം. അങ്ങോട്ട് മറിയ തിരിയ. ഹായ് എന്ന് പറഞ്ഞേ. ഹായ്, ഒരു പാട്ട് പാടിക്കേ.
നമ്മുടെ കാക്കേ കാക്കേ ഒന്ന് പാടിക്കൊടുത്തേ. കാക്കേ കാക്കേ കൂടെ വിടേ. കൈയെടുക്കുവാ ഇന്ന്. കാക്കേ കാക്കേ കൂടെ വിടേ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടി കുഞ്ഞുണ്ടി. നമുക്കിങ്ങനെ കണ്ടും തൊട്ടുമൊക്കെ ഇരിക്കണം, അല്ലാതെ പറ്റത്തില്ല. ഇത് കണ്ടോ എൻ്റെ പിമ്പിൾ, താഴെ മുകളിലൊക്കെ. ഇതൊക്കെ എന്നാ ഒന്ന് അവസാനിക്കാന്ന് എനിക്കറിയില്ല. നിനക്കറിയോടാ ഇതൊക്കെ എന്നാ ഒന്ന് തീരുന്നേന്ന് നിനക്കറിയോ? Yes or no? ശരി, അപ്പൊ ഡിന്നർ ആക്കുമ്പോ കാണാം. ബൈ ബൈ. അവിടെ ഇരിക്കുന്ന ആ ഫോണും ലക്ഷ്യമാക്കിയിട്ടുള്ള വരവാണ്. ഇതെന്തോ വണ്ടി സ്റ്റാർട്ടാക്കുന്നു. കാലുണ്ടോ വണ്ടി സ്റ്റാർട്ടാക്കുന്നു. എന്തോ ഇവിടെ പരിപാടി? എക്സ്ക്യൂസ് മീ. പൊന്നാ, പൊന്നപ്പൻ. ഹേയ് പൊന്നപ്പൻ. ഞാൻ വന്ന് സ്പാഗറ്റി ഒക്കെ ഉണ്ടാക്കി വെച്ചു, പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ചീസ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചീസും കൂടി അതിനകത്തേക്ക് ഇട്ടു. ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം. Yes. Colombo. ചീസ് ഇട്ട് ഞാൻ നൈസാ അല്ലേ? മിക്സ് ചെയ്ത് കഴിക്കണം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവാം കേട്ടോ. പൊന്നപ്പൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനി കിടക്കട്ടെ, നാളെ കാണാം. ബൈ.